ഒരു ജ്യൂസ് പോലും അടിക്കാൻ ഈ ഒരു റമദാനിലെ ചൂട് നമ്മൾ സമ്മതിക്കാത്ത ടൈമിൽ ഒരുപാട് പത്തിരിയും കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും പൊരിയും എല്ലാം കൂടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ജ്യൂസും കൂടി അടിക്കാൻ സമയമില്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് കക്കരിക്ക തൊലി പോലും കളയാതെ കക്കരിക്ക ജ്യൂസ് നല്ല ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു 2-3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഇതുപോലൊരു കക്കരിക്ക ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ വെറൈറ്റിയും അതുപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിട്ടുള്ള ഈ ഒരു ചൂടിന് നമ്മുടെ ശരീരം മൊത്തം തണുപ്പിക്കുന്ന നല്ലൊരു കക്കരിക്ക ജ്യൂസും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കക്കരിക്ക നമുക്ക് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതൊരു ജ്യൂസ് അടിക്കുകയാണെങ്കിലും അതിലേക്ക് പാലും അതുപോലെ തന്നെ കക്കരിക്ക തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്ക് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നട്ട്സൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെയാണല്ലോ, സബ്ജാ സീഡ്സ് ഒക്കെയാണ്. പക്ഷെ ഈ ഒരു ജ്യൂസ് നമുക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കക്കരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയാണ്. ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അപ്പോൾ ഞാനൊരു കഷ്ണം അതിന് സൈഡിൽ നിന്ന് കട്ട് ചെയ്തു. പക്ഷെ അതിനെന്തോ ഒരു ഏങ്കൊഞ്ചലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഈ ഒരു സമയത്ത് നമുക്ക് ഇല്ലാത്തൊരു ടൈമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു കഷ്ണം നോക്കിയിട്ട് നടുക്കഷ്ണം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചെറുനാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ. ചെറുനാരങ്ങൾക്കൊപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകേണ്ട ഒരു ടൈമാണ്, പ്രത്യേകിച്ച് ഈ ഒരു റമദാന് ചൂടും എല്ലാം കൂടി ആകുമ്പോൾ. പക്ഷേ നമ്മൾ ചെറുനാരങ്ങ നീര് കൊണ്ട് നാരങ്ങ വെള്ളം മാത്രം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും കേട്ടോ. എന്നല്ലാതെ നമ്മളിതുപോലെ തന്നെ കക്കരിക്ക നമ്മളെ ശരീരം തണുപ്പിക്കാനും ഒരുപാട് അസുഖങ്ങൾ ഈ ഒരു കൊട്ടം വേനൽക്ക് നമുക്ക് ശരീരത്തേക്ക് വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണല്ലോ കക്കരിക്ക. അതുകൊണ്ട് തന്നെ അതിലേക്ക് ലേശം ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് കുടിക്കുക എന്നല്ലാതെ നമ്മൾ ചെറുനാരങ്ങ നീര് മാത്രം നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കരുതിട്ട് ഒരിക്കലും അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങ, അത്യാവശ്യം നല്ലൊരു വലിയ നാരങ്ങയാണ് കേട്ടോ, അതിൻ്റെ പകുതി 3/4 ഭാഗമായിട്ട് മുറിച്ചിട്ടുണ്ട്. ചെറിയൊരു സൈഡ് ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് കൂടുതൽ വെള്ളം പോലെ ഉണ്ടാക്കുകയാണ്, കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. പിന്നെ നല്ല തിക്കായിട്ടൊന്നുമല്ല, ഈ ഒരു അളവിൽ തന്നെ ഏകദേശം നമുക്കൊരു 5-6 ഗ്ലാസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ ചെറുനാരങ്ങ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 2-3 ആളുകളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സംഭവത്തിലിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുനാരങ്ങൻ്റെ നീര് ശരിക്ക് കിട്ടൂലല്ലോ എന്ന്. അതെന്താ വെച്ചാൽ നമ്മൾ ഇതിലാണ് പിഴിയണമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്താൽ മാത്രം പോരട്ടോ. ഇതുപോലൊന്ന് സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നീര് പിഴിഞ്ഞ് എടുത്താൽ കുറേ നീര് നമുക്ക് കിട്ടും. കുറേ നല്ല മുഴുവനായിട്ടും കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ എടുക്കുന്ന സമയത്ത് പിഴിയണതിന് മുമ്പ് ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ എന്തായാലും അത് ചെറുതായിട്ടൊരു ഉറപ്പൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുനാരങ്ങ മാറ്റി വെക്കുക. അപ്പോൾ അതൊന്നും ഇങ്ങനെ അയഞ്ഞ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, റേക്കമ്മലൊക്കെ വെച്ചിട്ട് നല്ലോണം കൈ വെച്ചിട്ട് അമർത്തിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ കറക്കി പ്രസ് ചെയ്യുക. അപ്പോൾ നല്ലോണം അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് എടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഒരു ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എടുക്കാനും ഈ ഒരു കൊട്ടം വേനലത്തെ റമദാനിലെ ചൂടിനെ നമുക്ക് നല്ലോണം എന്ന് പറഞ്ഞാൽ ഈ തറാവീഹൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുടം വെള്ളം കിട്ടിയാൽ കുടിക്കാനുള്ള ഒരു ആവശ്യമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാൻ പറ്റുന്ന, നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നമില്ലാത്തൊരു ജ്യൂസാണിത്. അപ്പോൾ ആ ഒരു ഇല, ഒരു പുതിന ഇല, അത് നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയാണ്. അത് ഞാൻ നല്ലൊരു പിടുത്തം തന്നെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. നല്ലൊരു പിടുത്തം തന്നെ ഇട്ട് കൊടുത്തോളി, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു ജ്യൂസിന്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടൊരു 1.5 കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കയ്യിൽ പഞ്ചസാരയാണ്. പഞ്ചസാരയൊക്കെ നിങ്ങളെ അളവിന് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അല്ലേ മധുരം, അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലേശം ഐസ് വെള്ളം ആട്ടോ ഒഴിക്കണേ, തണുത്ത വെള്ളമാണ്.
അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചിട്ട് അടിക്കണ്ട. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു കക്കരിക്കും ഇഞ്ചും ഒന്നും ശരിക്കും അങ്ങോട്ട് അടിഞ്ഞ് കിട്ടൂല. അപ്പോൾ ആദ്യം ലേശം ഒഴിച്ചിട്ട് ഇത് നല്ലോണം അരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി എത്രത്തോളം നമുക്ക് വെള്ളം വേണോ അത് അരിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഈ കക്കരിക്കന് മൊത്തം വെള്ളമാണ്. ഇതൊന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ മൊത്തം വെള്ളമായിട്ട് വരും. അതുകൊണ്ട് തന്നെ വെള്ളം ഒന്ന് കണ്ടറിഞ്ഞ് വയ്ക്കട്ടോ. അപ്പോൾ ഇതാ നല്ലോണം അരിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുന്ന ഒരു ജ്യൂസാണ്. നമ്മൾ ആ ഒരു പുതിനയിലൊക്കെ അത്രയും ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കാം. നല്ലോണം തോനെ ജ്യൂസ് നമുക്ക് ദാഹം കേട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ എന്താ വെച്ചാൽ കക്കരിക്കും ഇതൊക്കെ ആയതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതേ ഉള്ളൂ ഇതിൽ പണി. അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഒരു ലേശം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾക്കാണ് ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ജ്യൂസ് നമുക്ക് നേരിട്ട് അങ്ങോട്ട് ഒഴിക്കാൻ പറ്റൂല. കാരണം നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്ത ആ ഒരു പുതിനയിലൻ്റെ ആ ഒരു ചണ്ടി ഉണ്ടാവും, അതുപോലെ തന്നെ ഇഞ്ചിൻ്റെ ആ ഒരു ചണ്ടി ഉണ്ടാവും, പിന്നെ നമ്മൾ ഇതാക്കിനെ ആ ഒരു കക്കരിക്ക ഉണ്ടല്ലോ അതിൻ്റെ തൊലിയൊന്നും കളയാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ചണ്ടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചണ്ടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചക്കര അതൊന്നും എടുത്ത സ്പൂണ് ഞാൻ എടുക്കാൻ മറന്നുപോയി വെച്ച് കിടത്തുന്ന. അപ്പം ഞാനിതിന് ഇത് ഒഴിച്ച് ഇനിയിപ്പോൾ ഇത് എവിടെയും വെക്കാൻ വയ്യ. ഇതിലേക്ക് സ്പൂൺ ഞാനിട്ട് കൊണ്ടുവന്നിട്ടുമില്ല. അപ്പോൾ ഇതെടുത്ത് തന്നിക്കണേ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ സ്പൂണൊക്കെ എടുത്ത് വെക്കട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പിന്നീട് ഒരു പ്രശ്നം വരില്ല. അങ്ങോട്ട് മാറി ചക്കനെ. അപ്പോൾ ഋതുവിന് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഐസ് ക്യൂബ്സൊക്കെ 2 വേണ്ടി വരും കേട്ടോ. അന്ന് നോമ്പൊന്നും നോറ്റിട്ടില്ല, നോമ്പുകളത്തെ നടക്കുകയാണ്. അപ്പോൾ ഓക്ക് ഐസ് ക്യൂബ്സ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഓളയക്കാൻ ഇട്ടിക്കണ്. എന്താ വെച്ചാൽ ഓളപ്പച്ച് ചീത്ത അറിയണം ഐസ് ഇങ്ങനെ ഈമ്പണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഇതിന് ടേസ്റ്റ് നിങ്ങളോട് പറഞ്ഞപ്പോൾ നമ്മൾ പാല്, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കക്കരിക്ക ജ്യൂസിനേക്കാളും ഒരു 25 ഇരട്ടി ടേസ്റ്റാണെന്ന് തന്നെ ഈ ഒരു ജ്യൂസിന് പറയാം. കാരണം ഈ ഒരു ചൂട് വേനലിൻ്റെ കൊട്ടൻ ചൂടിലാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു നോമ്പ് റമദാൻ കനിഞ്ഞ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരം നല്ലോണം ശ്രദ്ധിക്കുകയും വേണം. അതാണല്ലോ അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മൾ ശരീരമൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നോമ്പൊക്കെ അനുഷ്ഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് വാരി വലിച്ച് കഴിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ശരീരത്തിന് ഇപ്പോൾ വെള്ളം നല്ല ആവശ്യമാണ്. അത് നമ്മൾ നോമ്പ് തുറന്നത് മുതൽ നാളെ ഒരു അത്താഴം കഴിയണ വരെ നമ്മൾ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരുപാട് പത്തിരിയും കറിയും കുറേ കരിയും പൊരിയും എല്ലാം കൂടി കയറ്റാതെ അതൊക്കെ നമുക്ക് പിറ്റേ ദിവസം ക്ഷീണമായിട്ട് വരികയുള്ളൂ. പക്ഷെ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടും ചെയ്യും. പോരാത്തിന് നമുക്ക് ഒരു മൂത്രസംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. നോമ്പൊക്കെ അനുഷ്ഠിച്ച് ചില ആണുങ്ങളൊക്കെ ജോലിക്കൊക്കെ പോയി ഇനി വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കായാലും ആർക്കായാലും കിഡ്നി സ്റ്റോണും ഒക്കെ വരാൻ ഒരുപാട് ഒരു അവസരമുള്ള ടൈമാണിത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിതുപോലെ നല്ല സിമ്പിളായിട്ട് വലിയൊരു ചിലവൊന്നുമില്ലാതെ അതും നമുക്ക് ഒരുപാട് ജോലി തിരക്കിനിടയിലൊക്കെ നല്ലൊരു കലം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കുടിക്കട്ടോ. പിന്നെ നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് തണുപ്പിച്ചിട്ട് ഒരു ജ്യൂസും കുടിക്കരുത്, അത് നമുക്ക് ദോഷം ചെയ്യും. ഇനി പച്ചവെള്ളമാണെങ്കിലും ഒരുപാട് തണുപ്പ് വേണ്ട കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ 99 ഒരു 100% തന്നെ യൂസ്ഫുൾ ആവും. അത് ഉറപ്പാണ്. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു ജ്യൂസ് തന്നെ ആയിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ജ്യൂസ് നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കൊക്കെ ഈ ഒരു കൊട്ടൻ വേനലിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അതിനുള്ള ഗുണം നിങ്ങൾക്ക് പഠിച്ചോൻ തരും ചെയ്യും. അവർക്കൊക്കെ അത് നല്ലൊരു ആശ്വാസമായിട്ടുള്ള ഒരു ചിലവ് കുറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് അവർക്ക് കുടിക്കാൻ കഴിയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെ ഫോണിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയാകുമ്പോൾ എന്താണ് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാവില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.